ഓം സ്വാമിയേ ശരണയ്യപ്പ. വാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല വാളിയപ്പുറം മേശാന്തി. 373 നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി 374 നാമം. ഓം കൃതജ്ഞായൈ നമ. കൃതത്തെ മുഴുവൻ, ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ മുഴുവൻ അപ്പോഴപ്പോൾ അറിയുന്നവൾ എന്നാണ്. ഇപ്പോൾ കൃതജ്ഞ എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളവൾ എന്നൊരർത്ഥമുണ്ട്. ഭക്തന്മാരുടെ പൂജകൾക്കും ഉപഹാരങ്ങൾക്കും ജ്ഞാനം പ്രതിഫലമായി നൽകുന്നവളാണ് ദേവി എന്നാണ്. കൃതം എന്ന് പറയുമ്പോൾ കൃതയുഗമാവാം. കൃതയുഗം ധർമ്മത്തിൻ്റെ പൂർണ്ണതയുള്ള യുഗമാണ് എന്നാണ് പറയാറ്. അപ്പോൾ ത്രേതായുഗം കാൽഭാഗം അധർമ്മവും മുക്കാൽ ഭാഗം ധർമ്മവും നിലനിൽക്കുന്ന യുഗമാണ് എന്നാണ്. നേർപകുതി ധർമ്മവും നേർപകുതി അധർമ്മവും ചേർന്നതാണ് ദ്വാപരയുഗം എന്ന് പറയുന്നു. അപ്പോൾ കലിയിലെ മുക്കാൽ പങ്ക് അധർമ്മവും കാൽ പങ്ക് ധർമ്മവുമാണ് എന്നാണ് പൊതുവെയുള്ള വെപ്പ്. അപ്പോൾ കൃതജ്ഞത എന്നതിന് കൃതയുടെ ധർമ്മത്തെ അറിഞ്ഞു വ്യവസ്ഥപ്പെടുത്തുന്നവളാണ് ദേവി എന്നൊരർത്ഥം എടുക്കാം. അപ്പോൾ സകല പ്രവൃത്തിക്കും സാക്ഷി ദേവിയാണ് എന്നുള്ള അർത്ഥം അതിൽ നിന്ന് പറയണം. അപ്പോൾ ഒരു മുള്ള് കാലിൽ കൊണ്ടാലേ ഉടൻ വേദനിക്കാറുണ്ട് ഇല്ലേ? അപ്പോൾ കാലിൽ മുള്ളു കൊണ്ടു എന്നുള്ളത് തലച്ചോറിൽ ചലനം സൃഷ്ടിച്ചത് കൊണ്ടാണ് നമ്മൾ വേദന അറിയുന്നത് എന്ന് ആധുനിക ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? അതേപോലെ ദേവിയുടെ മക്കളുടെ ഓരോ സത്പ്രവൃത്തിയും ദുഷ്പ്രവൃത്തിയും അപ്പോഴപ്പോൾ ഹൃദയസ്ഥിതനായിട്ടുള്ള ഈശ്വരൻ അല്ലെങ്കിൽ ദേവി അറിയുന്നു എന്നാണ്. അത് അന്ധവിശ്വാസമല്ല, ശാസ്ത്ര സത്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ഇല്ലേ? അപ്പോൾ സൂര്യസോമയോയമക്കാലോ മഹാഭൂതാനി പഞ്ചവ ഏതേ ശുഭാശുഭസ്യേഹ കർമ്മണോ നവ സാക്ഷിണ. ഏത് കർമ്മത്തിനും പഞ്ചഭൂതങ്ങളും സൂര്യനും ചന്ദ്രനും കാലവും യമനും സാക്ഷികളാണ് എന്ന് ഒരിടത്ത് പറയുന്നുണ്ട് ഇല്ലേ? അപ്പോൾ കാലവും യമനും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാണെന്നുള്ള ധാരണയിലുള്ള പരാമർശമാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. ഇനി വേറൊരിടത്ത് കാണുന്നത് ആദിത്യ ചന്ദ്രാവനിലോ നലശ്ച ദ്യൗ ഭൂമിരഭോ ഹൃദയം യമശ്ച അഹശ്ച രാത്രീജ ഉഭേജസന്ധ്യേ ധർമ്മശ്ച ജാനതി നരസ്യ വൃത്തം. മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി, ആകാശം, ഭൂമി, ജലം, ഹൃദയം, യമൻ, പകൽ, രാത്രി, 2 സന്ധ്യകൾ, ധർമ്മം, ഇവയൊക്കെ സാക്ഷികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവിയുടെ വിഭൂതികളായിട്ട് ഇവയിൽ കൂടിയെല്ലാം ദേവി സർവ്വതിനും സാക്ഷിയായിട്ട് വർത്തിക്കണു എന്ന് പറയണു. ഇപ്പോൾ ചൂതുകളിയുടെ സങ്കേതമനുസരിച്ചും കൃതത്രേതാദ്വാപര കലികൾ എന്നൊന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ കൃതത്തിൽ പകിട 4, ത്രേതായുഗത്തിൽ പകിട 3, ദ്വാപരത്തിൽ പകിട 2, കലിയുഗത്തിൽ പകിട 1 എന്നാണ്. അപ്പോൾ ഏറ്റവും അധികം മൂല്യമുള്ള കൃത ലഭിക്കുന്നവൻ കളിയിൽ ജയിക്കുന്നു എന്നുള്ളതല്ലേ? അപ്പോൾ ദേവി സദാശിവനുമായിട്ട് പകിട കളിക്കാനിരിക്കുമ്പോൾ കൃതം കൊണ്ട് എല്ലായ്പ്പോഴും സദാശിവനെ ജയിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ കാരണം കൃത എന്നുള്ള പകിട അത്ര തിട്ടമാണ് ദേവിക്ക് എന്നുള്ളതാണ്. അങ്ങനെയും ദേവി കൃതജ്ഞയാണ് എന്നാണ് നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 375 നാമം. ഓം കാമപൂജിതായൈ നമ. കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ എന്നാണ്. അപ്പോൾ കാമൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ പുത്രനാണ് അല്ലേ? ധനമേറും തോറുമാണ് കഷ്ടതകളും വർദ്ധിക്കാറുള്ളത് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു യുക്തിയായിട്ട് പറയണത്. അപ്പോൾ കാമൻ മനസ്സിജനാണ്, അനങ്കനാണ്, ശരീരമില്ലാത്തവനാണ്, നിയതമായ ഒരു രൂപവും ഇല്ലാത്തവനാണ് അല്ലേ? ധനു പുഷ്പൗഷ്പം മൗർവി മധുകര മയി പഞ്ചവിശിഖ വസന്ത സാമന്തോ മലയമരുതായോധനരഥ തഥാപ്യേക സർവം ഹിമഗിരിസുതേ കാമവികൃപാം അപാംഗോത്തേ ലഭ്വാം ജഗതിദം അനംഗോ വിജയതേ
അതായത് വില്ല് പുഷ്പമയമാണ് അല്ലേ, കരിമ്പാണല്ലോ കാമദേവൻ്റെ വില്ല്, അതായത് പൂത്ത കരിമ്പ്. ഇനി ഞാൻ എന്ന് പറയുന്നത് വണ്ടുകളുടെ നിരയാണ്, ബാണങ്ങൾ എന്ന് പറയുന്നത് 5 അമ്പുകളാണ് അല്ലേ. അരവിന്ദമശോകം ച ചൂതം ച നവമാലിക നീലോൽപ്പലം ച പഞ്ചൈരേ പഞ്ചബാണസ്യ സായകം എന്ന മരകോശത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാമൻ്റെ അമ്പുകൾ എന്ന് പറഞ്ഞാൽ താമരപ്പൂവ്, അശോകപ്പൂവ്, മാമ്പൂവ്, മുല്ലപ്പൂവ്, കരിങ്കൂവളപ്പൂവ് തുടങ്ങിയിട്ടുള്ള 5 എണ്ണമാണ്. അപ്പോൾ വസന്തനാണ് സാമന്തൻ, അതായത് മന്ത്രിയാകാം, സഹായിയായ രാജാവും ആവാം. അപ്പോൾ ആയോധന രഥയുദ്ധം ചെയ്യാനായിട്ടുള്ള രഥം എന്ന് പറയുന്നത് മലയമാരുതനാണ്. അപ്പോൾ മറ്റ് രഥങ്ങൾക്ക് വഴി പ്രത്യേകമായി വേണം അല്ലേ. മലയമാരുതൻ എന്ന രഥത്തിന് എവിടെയും കടന്നു ചെല്ലാം എന്നുള്ളതാണ്. ഇത്രയെല്ലാം ഉണ്ടെങ്കിലും കാമൻ ശരീരമില്ലാത്തവനുമാണ്, അനങ്കനാണ്. എന്നിട്ടും ഏകനായി ദേവിയുടെ കൃപാകടാക്ഷം ലഭിക്കുക കൊണ്ട് മാത്രം കാമൻ ഈ ജഗത്ത് മുഴുവൻ ആക്രമിച്ച് കീഴടക്കുന്നു എന്നാണ്. അപ്പോൾ കാമരൂപം എന്നുള്ള തീർത്ഥസ്ഥാനത്ത് ആരാധിക്കപ്പെടുന്നവൾ എന്ന് മറ്റൊരു വ്യാഖ്യാനവും കണ്ടിട്ടുണ്ട്. ഇനി 376-ാമത്തെ നാമം. ഓം ശൃംഗാരരസസമ്പൂർണായൈ നമഃ. ശൃംഗാരരസം പൂർണ്ണമായുള്ളവൾ എന്നാണ്. അപ്പോൾ നവരസങ്ങളിലെ രാജനാണ് ശൃംഗാരം അല്ലേ. മനോരഞ്ജനത്തിൻ്റെ അടിസ്ഥാന പ്രേരണ തന്നെ ശൃംഗാരമാണ്. അപ്പോൾ കാമുക ബന്ധത്തിന് മാത്രമല്ല, ഏത് മാനുഷിക ബന്ധത്തെയും ഹൃദ്യവും രസാത്മകവും രഞ്ജത്വവുമാക്കുന്നത് ശൃംഗാരരസമാണ് എന്ന് നമുക്കറിയാം അല്ലേ. ആ ശൃംഗാരരസത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ദേവി. അപ്പോൾ സകല ജീവരാശികളെയും കൂട്ടിയിണക്കുന്ന രസച്ചരട് ദേവിയാണ് എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശൃംഗ അധികം ആര അധികം രസ അധികം സമ്പൂർണ്ണ എന്നൊരു പദച്ഛേദം നടത്തുകയാണെങ്കിൽ, ശൃംഗം എന്ന് പറഞ്ഞാൽ കൊമ്പാണ്, ശൃംഗ എന്ന് പറഞ്ഞാൽ കൊമ്പാണ്. അപ്പോൾ പ്രായേണ കൊമ്പ് 2 അല്ലേ. ആരം എന്ന് പറഞ്ഞാൽ ദളമാണ്. അപ്പോൾ രസം 6 അല്ലേ. മധുരം, അമ്ളം, കടു, ലവണം, കഷായം, തിക്തം, അങ്ങനെ 6ൻ്റെ 2 ഇരട്ടി ദളങ്ങൾ എന്നും കണക്കാക്കണം എന്നാണ്. അങ്ങനെ 12 ദളമുള്ള പത്മമാണ് അനാഘത ചക്രം. അതിൽ സമ്പൂർണയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഈ അനാഹതം എന്ന് പറയുന്നത് ഹൃദയപത്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി. മറ്റൊരു പ്രകാരത്തിൽ ഈ നാമത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ്. അതെങ്ങനെയത്? ശൃംഗം എന്ന് പറഞ്ഞാൽ മുഖ്യം എന്നൊരർത്ഥമുണ്ട്, സർവോന്നതം എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ അരരം എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അർത്ഥം. അപ്പോൾ മായയ്ക്ക് 2 ശക്തികളുണ്ട് അല്ലേ, ആവരണ ശക്തി, വിക്ഷേപണ ശക്തി. അപ്പോൾ അതിൽ മറ ആവരണ ശക്തിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതും. അങ്ങനെയാണ് കയറുന്ന സത്യത്തെ മറച്ച് സർപ്പഭ്രമമുള്ളവരാകുന്നത് നമുക്ക്. അപ്പോൾ ബ്രഹ്മസത്തയെ മറച്ച് പ്രപഞ്ചഭ്രമം ഉളവാക്കുന്നത് എന്നുള്ള അർത്ഥമുണ്ട്. ശൃംഗ അധികം അരര അധികം സ അധികം സമ്പൂർണം. സ എന്ന് പറഞ്ഞാൽ സഹിതം എന്നാണ്, സസ്നേഹം, സന്തോഷം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ സർവതോന്നതമായ ബ്രഹ്മസത്യത്തെ മറയ്ക്കുന്ന അവിദ്യയോടുകൂടി സമ്പൂർണയായി എങ്ങും നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി. അല്ലെങ്കിൽ മുഖ്യാവിദ്യയോടുകൂടി എങ്ങും നിറഞ്ഞ് കാണപ്പെടുന്നവളെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സകളബ്രഹ്മമായിട്ടും നിഷ്കളബ്രഹ്മമായിട്ടും വിശ്വമെങ്ങും നിറഞ്ഞു നിൽക്കുന്നവളാണ് എന്ന് വരെ ഈ നാമത്തിന് നമുക്ക് അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വ്യാഖ്യാന പ്രകാരം ഭൂമിയിലെ 4 ശക്തിപീഠങ്ങൾ ശരീരത്തിലെ മൂലാധാരം, അനാഹത, വിശുദ്ധി, ആജ്ഞാചക്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നും അതിനാൽ ഈ നാമം അനാഹത ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന പൂർണ്ണ ഗിരിപീഠത്തെ കുറിക്കുന്നു എന്നൊരു വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്. അപ്പോൾ 375-ാമത്തെ മന്ത്രം കാമപൂജിത, കാമരൂപപീഠത്തെയും കുറിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചുല്ലോ. ഇനി 377-ാമത്തെ നാമം ഓം ജയായേ നമ. എവിടെയും എപ്പോഴും ജയശീലത്തോടു കൂടിയവൾ. വാരാഹശൈലത്തിൽ ആരാധിക്കപ്പെടുന്ന ജയാദേവിയായിട്ടാണ് ആ ദേവിയുടെ സ്വരൂപത്തോട് കൂടിയവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ജയ അഷ്ടയോഗിനിമാരിൽ ഒരാളുമാണ്.
അപ്പോൾ ആ അഷ്ടയോഗിനി രൂപമുള്ളവളാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് അർത്ഥം കിട്ടുന്നു. ഇനി 378 നാമം. ഓം ജലന്ധരസ്ഥിതായൈ നമഃ. ജലന്ധരപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. ജലന്ധരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് വിഷ്ണുമുഖി എന്നുള്ള ഒരു പേരുണ്ട് എന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജലന്ധരേ വിഷ്ണുമുഖി എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ യോഗശാസ്ത്രത്തിൽ ജലന്ധരം എന്ന് പറയുന്നത് കണ്ഠദേശവർത്തിയായ വിശുദ്ധിചക്രമാണ് അല്ലേ. അപ്പം ആ വിശുദ്ധിചക്രത്തിൽ നാദബ്രഹ്മസ്വരൂപിണിയായി വർത്തിക്കുന്നവളാണ് ദേവി. അതിനാൽ ദേവിയെ ജാലന്ധരസ്ഥിത എന്ന് വിളിക്കണു എന്ന് പറയണം. 379 നാമം. ഓം ഓഢ്യാണപീഠനിലയായൈ നമഃ. ഓഢ്യാണപീഠത്തെ നിലയമാക്കിയിരിക്കുന്നവൾ. നിലയം എന്ന് പറഞ്ഞാൽ വീടാണ് അല്ലേ. അപ്പോൾ കാമരൂപത്തിൽ ശാന്താദേവിയും പൂർണ്ണഗിരിയിൽ വാമദേവിയായും ജാലന്ധരത്തിൽ ജ്യേഷ്ഠാദേവിയായും ഉദ്യാനപീഠത്തിൽ രൗദ്രീദേവിയായും ദേവി വർത്തിക്കുന്നു എന്നാണ് നാമത്തിനർത്ഥമായിട്ട് തന്നെ. അപ്പോൾ ഉദ്യാനം എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രത്തിൻ്റെ പര്യായമായിട്ടും പറയാറുണ്ട്. ആജ്ഞാചക്രമാണല്ലോ ഷഡാധാരങ്ങളിൽ സർവതോന്നതമായിട്ടുള്ളത്. അപ്പോൾ അവിടം നിലയനമാക്കി വിലസുന്നവളാണ് ദേവി. ഭൂമധ്യത്തിൽ വിളങ്ങുന്നവൾ. അവിടെയാണ് നാം ചന്ദനക്കുറി തൊടാറൊക്കെ ഉള്ളത്. ഇനി 380 നാമം. ഓം ബിന്ദുമണ്ഡലവാസിന്യൈ നമഃ. ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവൾ. ശ്രീചക്രത്തിൻ്റെ നടുവിലുള്ള സർവാനന്ദ ചക്രമാണ് ഈ ചക്രം എന്ന ബിന്ദുവിനെയാണ് ഈ ബിന്ദുമണ്ഡലം എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ബിന്ദുവിന് വെളുത്തത് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ വെളുത്ത മണ്ഡലമായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിനും ബിന്ദുമണ്ഡലം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവളാണ് ദേവി എന്നർത്ഥം. അപ്പം കാരണകാര്യനാദ ബീജങ്ങളെയും ബിന്ദുക്കൾ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ബിന്ദുക്കളുടെ മണ്ഡലത്തിൽ വസിക്കുന്നവൾ എന്നും ഒരു വ്യാഖ്യാനം നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. സൗന്ദര്യലഹരിയിൽ ശ്രീശങ്കരാചാര്യസ്വാമികൾ സഹസ്രാരേ പത്മേ സഹരഹസി പത്യാവിഹരസേ എന്ന് വർണ്ണിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ബിന്ദുമണ്ഡലവാസത്തെ പറ്റിയാണ് എന്ന് അത് വ്യക്തമാക്കുന്നു എന്നാണ്. ഇനി 381 നാമം. ഓം രഹോയാഗക്രമാരാധ്യായൈ നമഃ. രഹസ്യത്തിൽ അല്ലെങ്കിൽ അത്യന്തഗോപ്യമായി ക്രമമായി നടത്തപ്പെടുന്ന യാഗാദി കർമ്മങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ്. ഇതിന് നമുക്ക് സൗന്ദര്യലഹരിയുടെ ഒരു ശ്ലോകം വേണമെങ്കിൽ ഒന്ന് നോക്കാം. മഹിമൂലാധാരേ കാമഭിമണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതാമാകാശമുപരി മനോവിഭ്രൂമധ്യേ സകലമഭി ദിത്വാകുലപദം സഹസ്രാരേ പത്മേ സഹരഹസിവത്യാവിഹരസേ എന്നാണ് സൗന്ദര്യലഹരിയിലെ 9ാമത്തെ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമി വർണ്ണിച്ചിട്ടുള്ളത്. ആധാരഭൂതമായ മൂലാധാരത്തിൽ ഭൂതത്വത്തെയും മണിപൂരചക്രമാകുന്ന നാഭിയിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാനചക്രമാകുന്ന ലിംഗസ്ഥാനത്ത് അഗ്നിതത്വത്തെയും അനാഹതചക്രമാകുന്ന ഹൃദയത്തിലെ വായുതത്വത്തെയും വിശുദ്ധിചക്രമാകുന്ന കണ്ഠത്തിലെ ആകാശതത്വത്തെയും പുരികങ്ങൾക്കിടയിലെ ആജ്ഞാചക്രത്തിലെ മനസ്തത്വത്തെയും ഇങ്ങനെ 6 ചക്രങ്ങളാകുന്ന കുലപദത്തെ അല്ലെങ്കിൽ സുഷുമ്നാമാർഗത്തെ ഭേദിച്ച് ഉയർന്ന മൂർധാവിലെ സഹസ്രാര ചക്രത്തിൽ അതായത് സുധാസിന്ധുവിൽ അല്ലെങ്കിൽ ശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദു സ്ഥാനത്ത് പതിയുമൊത്ത് രഹസ്യത്തിൽ വിജനതയിൽ അല്ലയോ ദേവി അവിടെ നിന്ന് വിഹരിക്കുന്നുവല്ലോ എന്നാണ് നേരത്തെ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു വ്യതിക്രമം ഉണ്ട് എന്നുള്ളതാണ്. മൂലാധാര ചക്രം കടന്ന് മണിപൂരചക്രത്തെ പറ്റി പറഞ്ഞിട്ടാണ് ആചാര്യസ്വാമികൾ സ്വാധിഷ്ഠാന ചക്രത്തെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഋഷിമാർക്ക് വ്യതിക്രമം സംഭവിക്കില്ല എന്നാണ്. അപ്പോൾ
ഇവിടെ ഉപനിഷത് പ്രസിദ്ധമായിട്ടുള്ള സൃഷ്ടികർമ്മത്തെയാണ് ആചാര്യസ്വാമികളെ പിന്തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ് എന്നിങ്ങനെയുള്ള സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഭൂമിതത്വത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള മൂലാധാരം കടന്ന് അഗ്നിതത്വമായിട്ടുള്ള സ്വാധിഷ്ഠാന ചക്രത്തെ പറയും മുമ്പ് ജലതത്വമായിട്ടുള്ള മണിപൂര ചക്രത്തെ പരാമർശിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നൊക്കെയാണല്ലോ ആ ഒരു ക്രമം വരണത്. അങ്ങനെ ക്രമമായി വിജനതയിൽ ഏകാന്തമായി ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ യാഗാഗ്നി എന്ന് പറഞ്ഞാൽ ചിദഗ്നിയാണ് എന്ന് വ്യക്തമാണ് അല്ലേ. അപ്പോൾ ചിദഗ്നി കുണ്ഡ സംഭൂത എന്നുള്ള നാമം നമ്മളൊന്ന് ഓർക്കുക. കുണ്ടലിനി ശക്തിയുടെ ചിദഗ്നി കുണ്ഡത്തിലാണ് ഈ അഷ്ടാംഗ യാഗക്രമം എന്നാണ്. അപ്പോൾ അത്യന്തം ഗോപ്യമായിട്ട് അഷ്ടാംഗയാഗക്രമത്തിൽ ചിദഗ്നികുണ്ഡത്തിൽ പുണ്യപാപങ്ങളെ ഹോമിച്ചുകൊണ്ട് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നൊരു ഭാവാർത്ഥം നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ രഹോയാഗം എന്നുള്ളതിന് സഹസ്രാരചക്രത്തിലെ ശിവശക്തിയുടെ ഏകാന്തമേളനം എന്നൊരു വ്യാഖ്യാനം കൊടുക്കാം. അപ്പോൾ ക്രമം എന്നാൽ കടന്നു ചെല്ലൽ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ സഹസ്രാരത്തിലേക്ക് കടന്നു ചെല്ലാൻ ഉപയുക്തമാകുന്ന സാധനാക്രമങ്ങളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ നാമത്തിലൂടെ. ഇനി 382-ാമത്തെ നാമം. ഓം രഹസ്തർപ്പണതർപ്പിതായേ നമ. രഹസ്യമായി അർപ്പിക്കപ്പെടുന്ന പൂജാവിധികളാൽ സംതൃപ്തയാക്കപ്പെടുന്നവൾ. പൃഥ്വീതത്വം മുതൽ ശിവതത്വം വരെയുള്ള 36 തത്വങ്ങളെയും സംവിദഗ്നിയിൽ ഹോമിക്കുന്നതാണ് ഇവിടുത്തെ തർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ ആ തർപ്പണത്തെ പറ്റി ഗുരുമുഖത്തു നിന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരു പദത്തിന് ഒന്നിലേറെ അർത്ഥങ്ങളും അവയുടെ ഉച്ചാരണത്തിൽ തന്നെ അർത്ഥഭേദങ്ങളും ഉണ്ടായിരിക്കെ ഗ്രന്ഥപരിചയം വെച്ചുകൊണ്ട് മാത്രം തന്ത്രവിധികൾ അനുഷ്ഠിക്കുന്നത് ആപത്കരമായി തീരും. അതുകൊണ്ടാണ് ആചാര്യന്മാരെ ഗുരുമുഖത്ത് നിന്നും അഭ്യസിക്കണമെന്ന് പറയുന്നത്. ഇത്തരം നിഗൂഢമായിട്ടുള്ള തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി 383-ാമത്തെ നാമം. ഓം സദ്യപ്രസാദിന്യേ നമ. പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ എന്നാണ്. സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അമ്മ മക്കളിൽ കനിയുന്നതിന് കാലവിളമ്പോ ഒന്നും വരുത്താറില്ല അല്ലേ. അമ്മ കോപിക്കുമ്പോൾ ആ കോപം പോലും കനിവ് വർഷിക്കാനുള്ള ഒരു ഇടിമിന്നലായിരിക്കും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ മക്കളായ നമ്മൾ ശക്തരല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അതിൽ നമുക്ക് തെറ്റുപറ്റാറുള്ളത് എന്നുള്ളതാണ്. അതും അമ്മ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ക്ഷിപ്രപ്രസാദിനിയാണ് എന്ന് നമ്മൾ പറയാറില്ലേ. ഇനി 384-ാമത്തെ നാമം. ഓം വിശ്വസാക്ഷിണ്യേ നമ. വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായവൾ. ആദ്യന്തവിഹീനയായിട്ടുള്ള ദേവി പ്രപഞ്ചത്തിൻ്റെ കണ്ണാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൃക്സാക്ഷിത്വമാണല്ലോ എല്ലാത്തിലും സർവപ്രധാനമായിട്ടുള്ളത്. ഇനി 385-ാമത്തെ നാമം. ഓം സാക്ഷിവർജിതായേ നമ. മറ്റൊരു സാക്ഷിയില്ലാത്തവൾ എന്നാണ്. രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ദേവിക്ക് മറ്റൊരു സാക്ഷി ഉണ്ടാകൂ. ഏകവും അദ്വയവും സ്വഗതഭേദശൂന്യവുമായിട്ടുള്ള വസ്തുവാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ബ്രഹ്മസ്വരൂപിണിയായ ദേവിക്ക് പിന്നെ എവിടെ നിന്നാണ് ഒരു സാക്ഷി ഉണ്ടാവുക. ഇനി 386-ാമത്തെ നാമം. ഓം ഷഡംഗദേവതായുക്തായൈ നമ. ഷഡംഗദേവതകളോട് കൂടിയവൾ എന്നാണ്. ഹൃദയം, ശിരസ്, മുടി, കണ്ണ്, കവചം, ചിലയിടത്തത് അവനാഴി എന്നൊക്കെ പറയാറുണ്ട്, അസ്ത്രങ്ങൾ. ഈ അംഗങ്ങളുടെ അധിഷ്ഠാന ദേവതകളോട് ഒത്തു വസിക്കുന്നവൾ എന്നാണ്. അപ്പോൾ മറ്റൊരു വ്യാഖ്യാനം ഷഡംഗദേവത എന്ന് പറഞ്ഞാൽ ശിവനാണ് എന്നാണ്. അപ്പോൾ ശിവനോട് കൂടി വർത്തിക്കുന്നവൾ എന്നുള്ള അർത്ഥം നമുക്കെടുക്കാം. അപ്പോൾ സർവജ്ഞത്വം, തൃപ്തി, ആത്മജ്ഞാനം അഥവാ അനാദിബോധം, സ്വതന്ത്രത, അക്ഷീണശക്തി, നിത്യത്വം ഇവയൊക്കെയാണ് ശിവൻ്റെ ഷഡംഗങ്ങൾ എന്ന് പറയുന്നത്.
ഇനി ഷഡംഗത തൃപ്തിരനാദിബോധ സ്വതന്ത്രത നിത്യ മലുൽപശക്തി അനന്തതാ ചേതി വിധിർവിധിജ്ഞ ഷഡാഹു രംഗാനി മഹേശ്വരസ്യ. ഇങ്ങനെ ഷഡംഗദേവതയായ മഹേശ്വരനുമായി ചേർന്നിരിക്കുന്നവൾ, അതായത് ശിവശക്തി ഐക്യരൂപിണി എന്നൊക്കെ പറയാം നമുക്ക് ആ നാമത്തെ. അപ്പോൾ ഷഡംഗം വേദങ്ങളാവാം ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ശിക്ഷ, ജ്യോതിഷം ഇവയാണ് 6 വേദാംഗങ്ങൾ. അപ്പോൾ ഇവയെ ഈ ശാസ്ത്ര ഷഡ്കം എന്ന് പറയാറുണ്ട് പൊതുവെ. അപ്പോൾ ഇവയുടെ അധിഷ്ഠാന ദേവതകളോട് കൂടിയവൾ എന്നും ഈ നാമത്തിന് നമുക്ക് അർത്ഥം ധരിക്കാം എന്നുള്ളതാണ്. ഇനി 387 നാമം. ഓം ഷഡ്ഗുണ്യപരിപൂരിതായൈ നമഃ. ഷഡ്ഗുണങ്ങളാൽ പരിപൂർണയായവൾ എന്നാണ്. അപ്പോൾ ഷഡ്ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പലതാവാം അല്ലേ. രാഷ്ട്രതന്ത്രത്തിലെ ഷഡ്ഗുണങ്ങൾ സന്ധി, വിഗ്രഹം, യാനം, അതേപോലെ ആസനം, ദ്വൈതീഭാവം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പരസ്പരം ഭിന്നിക്കൽ, ആശ്രയം, അതൊക്കെയാണ്. തത്വചിന്തയിലെ ഷഡ്ഗുണങ്ങൾ എന്ന് പറയുന്നത് ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, യശസ്, ശ്രീ, ജ്ഞാനം ഇവയാണ്. അപ്പോൾ ഇതെല്ലാം ദേവിക്കുണ്ട് എന്നുള്ളതാണ്. ഏത് ഭാവത്തിലായാലും ദേവി ഷഡ്ഗുണ്യ പരിപൂരിതയാണ് എന്നാണ്. 388 നാമം. ഓം നിത്യക്ലിന്നായൈ നമഃ. ക്ലിന്ന എന്ന് പറഞ്ഞാൽ ആർദ്രയായവൾ എന്നാണ് അർത്ഥം. അപ്പോൾ സദാ ആർദ്ര മനോഭാവത്തോടു കൂടിയവൾ അല്ലെങ്കിൽ കരുണാമയി എന്നൊക്കെയാണ്. കരുണയുടെ മൂർത്തിമത് ഭാവമാണ് ദേവി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി മറ്റൊന്ന്, ശുക്ലപക്ഷത്തിലെ തൃതീയയ്ക്ക് അതിദേവതയായിട്ടുള്ളത് നിത്യക്ലിന്നയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ത്രിപുരസുന്ദരിയും ഭാഗ്യത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ദാതാവും നിത്യക്ലിന്ന എന്നുള്ള ദേവതയാണെന്ന് ഗരുഡപുരാണം പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ദേവി നിത്യക്ലിന്ന, സദാ കരുണാമയിയാണ്, കരുണയുടെ മൂർത്തിമത് ഭാവമാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 389 നാമം. ഓം നിരുപമായൈ നമഃ. തനിക്ക് ഉപമയായി മറ്റൊന്നിനെയും കൽപ്പിക്കാൻ കഴിയാത്തവൾ എന്നാണ്. സജാതീയമോ അല്ലെങ്കിൽ വിജാതീയമോ ആയി യാതൊന്നുമില്ലാത്ത ദേവി അദ്വിതീയയും ഏകയുമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ. എന്നാൽ തസ്യ പ്രതിമ അസ്തി എന്നും ഏകമേവാദ്വിതീയം എന്നും മറ്റുമുള്ള ശ്രുതി പ്രമാണങ്ങൾ ദേവിയുടെ അനുപമമായിട്ടുള്ള അവസ്ഥയെയാണ് വെളിവാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 390 നാമം. ഓം നിർവാണ സുഖദായിന്യൈ നമഃ. നിർവാണ സുഖത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ്. നീ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നാണ്. നിർബാധം എന്ന് പറഞ്ഞാൽ ബാധയില്ലാത്തത്. വാണം എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ് അല്ലേ. അപ്പോൾ കർമ്മഫലം എഴുതിവിട്ട അസ്ത്രമാണല്ലോ നമ്മുടെ ഈ ശരീരം. അപ്പോൾ സകലവിധ ദുഃഖങ്ങൾക്കും ഹേതു ശരീരവുമാണ് അല്ലേ. അപ്പോൾ ഈ ശരീരത്തോടൊപ്പമുള്ള ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾക്ക് പിന്നാലെ പായാറുമുണ്ട്. അപ്പോൾ മനസ്സ് സങ്കല്പ വികല്പങ്ങളെ ഉണർത്തി കാമനകളെ വളർത്തി അവ കൈയടക്കാനുള്ള ത്വരയിൽ പരക്കം പാഞ്ഞ് പലതരം ദുഃഖങ്ങളിൽ മനുഷ്യൻ നിബദിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ ശരീരബോധമില്ലാത്ത സുഷുപ്തിയിൽ ജീവൻ തൻ്റെ സഹജമായിട്ടുള്ള പരമാനന്ദം അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ശരീരബോധമില്ലാത്ത അവസ്ഥയിലെ ആനന്ദമാണ് നിർവാണം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിർവാണ സുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ ജീവൻ മുക്തന്മാർ അനുഭവിക്കുന്നത് ഈ നിർവാണ സുഖമാണ്. അത് മരണാനന്തരം കിട്ടുന്ന ഒരു തീറാധാരമായിട്ടല്ല, ജീവിച്ചിരിക്കെ തന്നെ അനുഭവിക്കാവുന്ന ഒരു അമൃതാനന്ദാനുഭൂതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജനകൻ വിദേഹനായത് അങ്ങനെയാണെന്നാണ് രാമായണത്തിൽ പറയണത്. അപ്പോൾ കൂർമ്മപുരാണത്തിൽ ദേവി പരമശിവനോട് പറയുന്നുണ്ട്, എന്നെ ആശ്രയിക്കാതെ അമലവും ശാന്തസ്വരൂപവുമായ നിർവാണസുഖത്തെ പ്രാപിക്കാനാവില്ല. അതിനാൽ ഏകയായോ അനേകയായോ ഉഭയരീതിയിലോ എന്നെ ആരാധിച്ച് ആ പരമപദം പ്രാപിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്നാണ്. ഇനി 391 നാമം.
ഓം നിത്യാഷോഡശിഖാരൂപായൈ നമഃ. ദിനാനിത്യ ദേവതകളായ 16 ദേവതകളുടെയും രൂപത്തോടു കൂടിയവൾ എന്നാണ് അല്ലേ. ഏതൊക്കെയാ ദിനാനിത്യ ദേവതകൾ? കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാകിനി, വിജയ, സർവമംഗള, ജ്വാലാമാലിനി, ചിത്ര തുടങ്ങിയിട്ടുള്ള 15 ദിനാനിത്യ ദേവതകൾ. അപ്പം ഇവയ്ക്ക് അതിദേവത ത്രിപുരസുന്ദരിയാണെന്ന് നമ്മൾ പഠിച്ചു നേരത്തെ അല്ലേ. അപ്പോൾ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ നിയാമക ശക്തിയാണ് ഈ ത്രിപുരസുന്ദരി എന്ന് പറയുന്നത്. അപ്പോൾ ഷോഡശാക്ഷരി മന്ത്രത്തിൻ്റെ അതിദേവതയ്ക്ക് ഷോഡശിഖ എന്ന് പേരുണ്ട് അല്ലേ. അപ്പോൾ ആ മന്ത്രധ്യാനം ഷോഡശ യാഗങ്ങളുടെ അനുഷ്ഠാനത്തെക്കാളും അനേകം വാജപേയങ്ങളുടെ അനുഷ്ഠാനത്തെക്കാളും ശ്രേഷ്ഠതരമെന്ന് ശക്തിരഹസ്യം എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നു. അപ്പോൾ കോടിഭിർവാജപേയാനാം യഥാ ഷോഡശകോടിഭി പ്രിയതേ ബാധേകേന ഷോഡശിച്ചുച്ചാരണേന സ. ആ ഷോഡശമന്ത്രധ്യാനം കൊണ്ട് നിത്യവും പ്രസാദിക്കപ്പെടുന്നവൾ നിത്യാഷോഡശിഖാരൂപയാകുന്നു എന്നാണ് നമുക്കതിന് വ്യാഖ്യാനം എടുക്കേണ്ടത്. അപ്പോൾ ഷോഡശിഖം എന്ന് പറഞ്ഞാൽ ഗൃഹം എന്നൊരർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ ഗൃഹത്തിൽ വെച്ച് നിത്യേന ചെയ്യുന്ന ആരാധനാവിധികളാൽ പ്രസാദിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 392 നാമം ശ്രീകണ്ഠാർദ്ധശരീരണ്യൈ നമഃ. ശ്രീകണ്ഠൻ്റെ അർത്ഥശരീരത്തോടു കൂടിയവൾ, അർദ്ധനാരീശ്വര രൂപത്തോടു കൂടിയവൾ എന്നൊക്കെയാണ് നാമത്തിന് അർത്ഥമായിട്ടുള്ളത്. ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ഇവിടെ ശ്രീക്ക് വിഷം എന്നാണ് അർത്ഥം. അപ്പോൾ വിഷം കഴുത്തിൽ ഉറഞ്ഞതിനാലുണ്ടായ നാമമാണ് ശ്രീകണ്ഠൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ ശിവശക്തികൾ ഏകാത്മകമാണ് എങ്കിലും ഓരോ കർമ്മം മുൻനിർത്തി രണ്ടായി വിഭാവനം ചെയ്യപ്പെടുന്നു എന്നാണ്. അപ്പോൾ കർമ്മം ഒഴിഞ്ഞാൽ രണ്ടും ഒന്നായി മാറുകയും ചെയ്യും. അതാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ശ്രീകണ്ഠം പോലെ അർദ്ധശരീരത്തോടു കൂടിയവളെന്നും പദം നമുക്ക് രണ്ടായിട്ട് പിരിക്കാം എന്നാണ്. അപ്പോൾ വിഷം പോലെ നീലിമയുള്ള അർദ്ധശരീരത്തോടു കൂടിയവൾ എന്നൊരർത്ഥം കിട്ടും. അപ്പോൾ ദേവിയുടെ വലതുവശം വെളുത്തതും അതായത് ഗൗരിയായും ഇടതുവശം കറുത്തതും കാളിയായുമായിട്ടാണ് കരുതപ്പെടുന്നത് എന്ന് വായുപുരാണത്തിൽ പറയണു. ഇനി മറ്റൊരു വ്യാഖ്യാനം, ശിവതത്വന്യാസപ്രകാരം ശരീരന്യാസം ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ഒരു പകുതി ശക്തിമയമായും മറുപകുതി ശിവമയമായും കൽപ്പിക്കുന്നു എന്നാണ്. ശ്രീകണ്ഠ സുരേശ്ച ലലാടം കേശവോ മൃത എന്നാണ് മാതൃകാഘോഷത്തിൽ പറയണത്. അപ്പോൾ അകാരോ വൈ സർവവാക്സൈഷ സ്പർശോഷ്മഭി വ്യജ്യമാന ബാഹ്വി നാനാരൂപാ ഭവതി എന്ന് ഭാസ്കരരായർ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അകാരത്തെ പര എന്നും ആദ്യവാക്ക് എന്നും പറയുന്നു എന്നാണ്. അപ്പോൾ വൈഖരി രൂപത്തിൽ പുറത്തു വരുന്ന സകല സ്വരവ്യഞ്ജനങ്ങളെയും അകാരത്തിൻ്റെ രൂപപരിണാമമാകുന്നു എന്നാണ്. അപ്പോൾ അകാരത്തിൻ്റെ പര്യായമാണ് ശ്രീകണ്ഠപദം എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി. അപ്പോൾ അങ്ങനെ സകല വർണ്ണാക്ഷരങ്ങളും ദേവിയുടെ അർത്ഥശരീരമാണ് എന്ന് കിട്ടണു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകം കേട്ടിട്ടില്ലേ, വാഗർത്ഥാവിവ സംവൃത്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ എന്ന് കാളിദാസ മഹാകവി പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ അനുസ്മരണീയമാണ് എന്നുള്ളതാണ്. അപ്പോൾ സൂതസംഹിതയിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, വാഗുദ്ഭൂതാപരാശക്തി ചിത്രൂപാപരാപിത വന്ദേതാമനിശം ഭക്ത്യ ശ്രീകണ്ഠാർത്ഥശരീരണി. ബൃഹദാരണ്യകത്തിലാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആദിയിൽ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അവൻ പിന്നീട് രണ്ടായി പിരിഞ്ഞ് പതിയും പത്നിയുമായി തീർന്നു എന്നാണ് പറയണത്.
ഇനി 393 നാമം. ഓം പ്രഭാവത്യൈ നമഃ. പ്രഭകളോട് കൂടിയവൾ എന്നാണ്. പ്രഭകൾ എന്ന് പറഞ്ഞാൽ അഷ്ടൈശ്വര്യ സിദ്ധികൾ തന്നെയാണ്. അപ്പോൾ ധ്യാന ശ്ലോകത്തിൽ നമ്മൾ അണിമാതിപരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നാമത്തിൻ്റെ താല്പര്യം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികളും പറയുന്നുണ്ട്, സ്വദേഹോദ്ഭൂതാഭിർ ഘൃണിഭിരണി മാദ്യാഭിരഭിതോ നിഷേവ്യോ നിത്യേ ത്വാമഹമിതി സദാ ഭാവയതിയാം കിമാശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധിം തൃണയതോ മഹാസംവർത്താഗ്നിർ വിരജയതി നീരാജനവിധിം. സൗന്ദര്യലഹരിയിലെ 30ാമത്തെ ശ്ലോകം തോന്നുന്നു. അതിൽ ആചാര്യസ്വാമികളും പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം ദേഹത്തിൽ നിന്ന് വിനിർഗമിക്കുന്ന മരീചികളാകുന്ന അണിമാദികളെ അഷ്ടൈശ്വര്യ ദേവതകൾ ചുറ്റും നിന്ന് സേവിക്കുന്നു. അങ്ങനെ യാതൊരു ഉപാസകനാണോ അവിടുന്ന് ഞാൻ തന്നെയാണ് എന്നുള്ള ഏകത്വബുദ്ധിയോടുകൂടി ധ്യാനിക്കുന്നത്, ആ സാധകൻ ത്രിനേത്രൻ്റെ ഐശ്വര്യത്തെ തൃണമാക്കി തീർക്കുന്നു എന്നാണ്. അപ്പോൾ മഹാസംവാദാർത്ഥാഗ്നി അവന് നീരാജനവിധി അനുഷ്ഠിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികൾ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ സിദ്ധികളെ പുച്ഛിക്കുന്ന ഒരു പ്രവണത ജ്ഞാനവാദികളിൽ ചിലരിൽ കാണാറുള്ളതായിട്ട് നമുക്ക് പുരാണം വായിക്കുമ്പോൾ തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ അത് അവരുടെ ദൗർബല്യമോ അഹിഷ്ണുതയോ എന്ന് നമുക്കറിയില്ല. സിദ്ധികൾ അങ്ങനെ അവഗണിക്കപ്പെടേണ്ടതല്ല എന്ന് ഈ നാമം തന്നെ വ്യക്തമാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭിന്നരുചിർ ഹിലോക എന്നൊരു കവിവചനം എവിടെയോ കേട്ടിട്ടുമുണ്ട്. അത് ഈ അവസരത്തിലെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി 394 നാമം. ഓം പ്രഭാരൂപായൈ നമഃ. പ്രഭ തന്നെ രൂപമെടുത്തവൾ എന്നാണ്. അപ്പോൾ മുൻ നാമത്തിലെ ദേവി പ്രഭകളോട് അല്ലെങ്കിൽ അഷ്ടൈശ്വര്യങ്ങളോട് കൂടിയവൾ എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. അപ്പോൾ ഇവിടെ ആ അഷ്ടൈശ്വര്യങ്ങൾ ദേവി തന്നെയാണെന്ന് പറയണമെന്നാണ്. അപ്പോൾ ഗുണത്തിനും ഗുണിക്കും അഭേദത്വം കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 395 നാമം. ഓം പ്രസിദ്ധായൈ നമഃ. ഏവരാലും അറിയപ്പെടുന്നവൾ എന്നാണ്. ത്വമേവാഹം. നീ തന്നെ ഞാൻ. ഭക്തന്മാരാൽ വാഴ്ത്തപ്പെടുന്നവൾ ഞാൻ. എന്നെ അറിവില്ലാത്തവരായി ആരുമില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഞാനെന്ന ഭാവം 2 പ്രകാരം വരാമെന്ന് എഴുത്തച്ഛൻ പറഞ്ഞതായിട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ അത്? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമിഹ തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അപ്പോൾ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ അഹന്തയാണ് അല്ലേ. അഹങ്കാരം പോയാൽ പിന്നെ എല്ലാം ഏകമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏവരിലും അഹം എന്നുള്ള അറിവിന് വിഷയമായിരിക്കുന്നവൾ ദേവിയാണ് എന്നാണ്. അപ്പോൾ ഇത് സാർവത്രികമാകയാൽ ദേവി പ്രസിദ്ധയായിരിക്കുന്നു എന്നാണ് ആ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 396 നാമം. ഓം പരമേശ്വര്യൈ നമഃ. സർവത്തെയും ഭരിക്കുന്നവൾ എന്നാണ്. അങ്ങേയറ്റം പരിരക്ഷിക്കുന്നവൾ. പരമ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ട എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഉത്കൃഷ്ടയായ രക്ഷകയാണ് പരമേശ്വരി എന്ന് കിട്ടണം. അപ്പോൾ രക്ഷിക്കുന്നത് ആരോ അതാണ് ഈശ്വരൻ അല്ലേ, അഥവാ ഈശ്വരി. അപ്പോൾ ഇനി മറ്റൊരാൾ രക്ഷിക്കാനില്ല എന്ന് കരുതുന്നവൻ നിരീശ്വരൻ. രക്ഷിക്കാൻ ഒരാളുണ്ട് എന്ന് ആശ്വസിക്കുന്നവൻ സ്വേശ്വരൻ. സർവ ചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയണത് തന്നെ. ഇനി 397 നാമം. ഓം മൂലപ്രകൃത്യൈ നമഃ. ത്രിഗുണാത്മികമായിട്ടുള്ള സർവപ്രപഞ്ചത്തിനും മൂലകാരണമായിട്ടുള്ള മൂലപ്രകൃതിയായവൾ എന്നാണ്. അപ്പോൾ സർവ സൃഷ്ടിക്കും മൂലമായ തത്വം, അതായത് ബ്രഹ്മം കാര്യകാരണ വ്യവസ്ഥയ്ക്ക് അതീതമാണ് എന്നുള്ളതാണ്. അപ്പോൾ കൃതി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് നിദാനമായത്, എന്ന് പറഞ്ഞാൽ പ്രകർഷേണ സൃഷ്ടിക്ക് മുഖ്യമായത് എന്നുള്ള അർത്ഥമൊക്കെ കിട്ടും. ഇനി പ്രാശബ്ദം സത്വഗുണത്തെയും
രാ എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തെയും താ എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തെയും കുറിക്കുന്നതിനാൽ പ്രകൃതി ത്രിഗുണാത്മിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രാ എന്നാൽ മുമ്പുള്ളത്, അതിനാൽ പ്രകൃതി എന്നാൽ സൃഷ്ടിക്ക് മുമ്പുള്ളത് എന്നുള്ളൊരർത്ഥവും നമുക്ക് കിട്ടും. അപ്പോൾ പ്രപഞ്ചമാതാവും വേദമാതാവുമായിട്ടുള്ള സരസ്വതിക്ക് മറ്റൊരു മൂലമില്ല, അതിനാൽ ദേവിയെ മൂലപ്രകൃതി എന്ന് വിളിക്കുന്നു എന്ന് പഞ്ചതന്ത്രാഗമത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധ തുടങ്ങിയ ദേവിമാർ മൂലപ്രകൃതിയുടെ പരിണാമങ്ങളാണ് എന്ന് ദേവീ ഭാഗവതത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ശ്രീവിദ്യാചക്രത്തിനും മൂലപ്രകൃതി എന്ന് പേരുണ്ട് അല്ലേ. അപ്പോൾ മൂലപ്രകൃതിയെ പ്രകാശ വിമർശസ്വരൂപിണി എന്നും പറയാറുണ്ട്. അപ്പോൾ പ്രകാശം അകാരമാണെങ്കിൽ വിമർശം ഹകാരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആയിൽ ആരംഭിച്ച് ഹായിൽ അവസാനിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വരവ്യഞ്ജനങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സംഹാര രൂപമാണ് ആ വർണ്ണങ്ങൾ. അങ്ങനെ വർണ്ണരൂപാത്മകമായ പ്രപഞ്ചത്തിൻ്റെ വിധാത്രിയാണ് മൂലപ്രകൃതി എന്ന് കിട്ടുന്നു. അപ്പോൾ സൃഷ്ടികൾ 6 വിധമാണെന്ന് പറയാറുണ്ട് അല്ലേ. സമസൃഷ്ടി, മഹാത്മസൃഷ്ടി, പഞ്ചഭൂത സൃഷ്ടി, അഹങ്കാര സൃഷ്ടി, ഏകാദശേന്ദ്രിയ സൃഷ്ടി, ദിക്മാതാക്കളുടെ സൃഷ്ടി. ഇവയ്ക്ക് മുഴുവൻ മൂലപ്രകൃതി കാരണം ദേവിയാകയാൽ ദേവിയെ മൂലപ്രകൃതി എന്ന് വിളിക്കണു എന്ന് പറയണു. അപ്പോൾ മൂലപ്രകൃതി എന്നുള്ളതിൽ ആദ്യ അക്ഷരങ്ങളുടെ അക്ഷരസംഖ്യ നോക്കുകയാണെങ്കിൽ മൂ എന്ന് പറഞ്ഞാൽ 5ആണ്. അപ്പോൾ ലാ എന്ന് പറഞ്ഞാൽ 3ആണ്. അപ്പോൾ പഞ്ചമഹാഭൂതങ്ങളും അവ്യക്തം, മഹത്തത്വം, അഹങ്കാരം എന്നീ 3ഉം ചേർന്ന 8ന് പ്രകൃതിയായവളാണ് മൂലപ്രകൃതി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ കാരണം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ വികൃതി എന്ന് പറഞ്ഞാൽ കാര്യം എന്നർത്ഥമുണ്ട്. അപ്പോൾ പരുത്തി, പ്രകൃതി, പഞ്ഞി, വികൃതി, പഞ്ഞി, പ്രകൃതി, നൂല്, വികൃതി, ഇങ്ങനെ പോകുന്നു അതിൻ്റെ പ്രകൃതി വികൃതികൾ. അപ്പോൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വികൃതി മറ്റൊന്നിൻ്റെ പ്രകൃതിയായി മാറുന്നു എന്നുള്ള ആ ഒരു തത്വമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സംഖ്യാസിദ്ധാന്തം അനുസരിച്ചിട്ട് മൂലപ്രകൃതി അനാദ്യന്തമായിട്ടുള്ള 2 അടിസ്ഥാന തത്വങ്ങൾ, അതായത് പുരുഷനും പ്രകൃതിയും ഒന്നാകുന്നു. മറ്റെല്ലാം പ്രകൃതിയുടെ വികാരങ്ങളാണ് അഥവാ വികൃതികളാണ് എന്നാണ്. അപ്പം മഹത്തത്വം, അഹങ്കാരം, മനസ്സ്, 5 മഹാഭൂത തന്മാത്രകൾ, അതായത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, 5 സ്ഥൂലഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി തുടങ്ങിയിട്ടുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ചെവി, ത്വക്ക്, നാക്ക്, കണ്ണ്, മൂക്ക് അല്ലേ. അപ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇങ്ങനെ 23 തത്വങ്ങൾ മൂലപ്രകൃതിയിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ള വികൃതികളാണ് എന്നാണ്. അപ്പോൾ സാഖ്യന് പ്രകൃതിയും ഈശ്വരനും സത്യമാണ്, അദ്വൈതിക്ക് രണ്ടും ഏകമാണ് എന്നുള്ള പ്രത്യേകതയാണ്. അപ്പോൾ അദ്വൈതത്തിൻ്റെ ഗോപുരശില്പം മുഴുവൻ സാഖ്യൻ്റേതാണെന്നും താഴികക്കുടം അദ്വൈതിയുടേതാണെന്നും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ സകല തത്വദർശനങ്ങളും ഒരു പ്രകാരത്തിലല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ സാഖ്യാദർശന കർത്താവായിട്ടുള്ള കപിലനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയണു. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ജലം ഭൂമിക്കും, അഗ്നി ജലത്തിനും, വായു അഗ്നിക്കും, ആകാശം വായുവിനും, ബ്രഹ്മം ആകാശത്തിനും പ്രകൃതിയായിരിക്കുന്നു എന്ന് തൈത്തരീയോപനിഷത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ മഹാദാദി 8 വികൃതികൾ ചേർന്ന് സുഷ്മനയിൽ ആവൃതമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയാണ് മൂലപ്രകൃതി എന്ന് മൃഗേന്ദ്ര സംഹിതയിലും കാണുന്നുണ്ട്. അപ്പോൾ ആദിയിലെ ജ്ഞാനാനന്ദ സ്വരൂപനായിട്ടുള്ള പരമാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ദൃശ്യപദാർത്ഥങ്ങളായി പരിണമിക്കുന്ന കാലസ്വരൂപമായ ശക്തി പരമാത്മാവിൽ ലയിച്ച് കിടന്നിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ പരമാത്മാവിൽ സൃഷ്ടിക്കുള്ള ഇച്ഛയുണർന്നപ്പോൾ അതിൽ ലയിച്ച് കിടന്നിരുന്ന ശക്തി വികസിച്ചു എന്നാണ്. അപ്പോൾ ഈ ശക്തിയുടെ വികാസത്താൽ ത്രിഗുണാത്മികയും സദസദ്രൂപയുമായിട്ടുള്ള പ്രകൃതി അഥവാ മായ ആവിർഭവിച്ചു എന്നാണ്. അപ്പോൾ ഗുണസാമ്യം നിമിത്തം വികാരമില്ലാതിരുന്ന പ്രകൃതിയിൽ പരമാത്മാവ് ക്ഷേത്രജ്ഞ രൂപത്തിൽ
അനുപ്രവേശിച്ചപ്പോൾ മഹാതത്വമുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ മഹാതത്വത്തിൽ നിന്ന് സാത്വികം, രാജസം, താമസം തുടങ്ങിയിട്ടുള്ള ത്രിവിധമായിട്ടുള്ള അഹങ്കാരങ്ങൾ ഉൽപ്പന്നമായി എന്നാണ്. അവയ്ക്ക് യഥാക്രമം വൈകാരികം, തൈജസം, താമസം എന്നൊക്കെ പേരുമുണ്ട്. അപ്പോൾ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും, രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും, താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളും ഉത്ഭവിച്ചു എന്ന് ശ്രീമദ് ഭാഗവതവും പറയുന്നു. അപ്പോൾ സൃഷ്ടിപ്രക്രിയ വിവിധ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു എന്നാണ് ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി 398 നാമം ഓം അവ്യക്തായേ നമ, അപ്രത്യക്ഷയായിട്ടുള്ളവൾ എന്നാണ്. അപ്പോൾ സംഖ്യാദൃഷ്ടിയിൽ പ്രകൃതിയെ പ്രധാനം എന്ന് വിളിക്കുന്നു എന്നാണ്. സത്വം, രജസ്, തമസ് തുടങ്ങിയവയുടെ സാമ്യാവസ്ഥയാണ് ഈ പ്രധാനം എന്ന് പറയുന്നത്. ആ പ്രധാനം അവ്യക്തവുമാണ് എന്നാണ്. അപ്പോൾ വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ നിഷ്കളബ്രഹ്മം സൃഷ്ടിന്മുഖമാകുമ്പോൾ മായോപഹിതമായിട്ട് സകല ബ്രഹ്മമായി മാറുന്നു എന്നാണ്. ആ മായാശക്തിയുടെ ആദ്യ സ്പന്ദനമാണ് അവ്യക്തം. സങ്കല്പൈകഗമ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണത് എന്നാണ് പറയണേ. അപ്പോൾ ആ അവ്യക്തവും ദേവി തന്നെയാണ്. ദേവിയല്ലാതെ മറ്റൊന്നും പ്രപഞ്ചത്തിലില്ല എന്നാണ്. അപ്പോൾ അവ്യക്തത്തെ ബ്രഹ്മത്തിൻ്റെ പര്യായമായിട്ടും പ്രയോഗിച്ച് കാണാറുണ്ട്. അപ്പോൾ അവനെ കണ്ണുകൊണ്ടോ വാക്കുകൊണ്ടോ തപസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ ദേവതകളാലോ അറിയാൻ കഴിയുന്നില്ല. അതിനാൽ അവൻ അവ്യക്തമാകുന്നു എന്ന് മുണ്ടകോപനിഷത്തിൽ പറയുന്നു. അപ്പോൾ സൃഷ്ടിക്ക് സദാശക്തനായിട്ടുള്ള വിഷ്ണുവിൻ്റെ നാമങ്ങളായി ലിംഗപുരാണത്തിൽ കാണുന്നുണ്ട്. പ്രധാനം, അവ്യയം, യോനി, അവ്യക്തം, പ്രകൃതി തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ. ഇനി 399 നാമം ഓം വ്യക്താവ്യക്തസ്വരൂപിണ്യൈ നമ, പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവൾ എന്നാണ്. പ്രപഞ്ചാകാരം ദേവിയുടെ വ്യക്തരൂപവും അതിനുള്ളിൽ അന്തർഹിതമായിരിക്കുന്ന ചൈതന്യശക്തി അവ്യക്തരൂപവുമാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവണം. അപ്പോൾ ആൽമരം പ്രത്യക്ഷവും അതിലെ വിത്തിലെ പ്രജനന ശക്തി അപ്രത്യക്ഷവുമാണ് എന്നുള്ളതാണ്. പ്രതി പ്ലസ് അക്ഷം പ്രത്യക്ഷം. അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാണ് അല്ലേ. അപ്പോൾ ഇന്ദ്രിയത്തിന് ഗോചരമാകുന്നത് പ്രത്യക്ഷം. ഗോ എന്നാൽ ഇന്ദ്രിയം എന്നാണ്. അപ്പോൾ ഗോചരം ഇന്ദ്രിയ വിഷയമാണ്. അപ്പോൾ ഇന്ദ്രിയ വേദ്യമാകുന്നതെല്ലാം ദേവിയുടെ വ്യക്തരൂപമാണ്. പക്ഷേ അത് പ്രകാരം അറിയാൻ മായ നമ്മളെ സമ്മതിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ശരീരത്തെ തൊട്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഞാനെന്ന വസ്തുവിനെ തൊടുന്നില്ല എന്നുള്ളതാണ് ആ പരമാർത്ഥ വസ്തു, അല്ലെങ്കിൽ അവ്യക്ത സ്വരൂപമാകുന്നു എന്നാണ്. സർവ വേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം എന്ന് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ വിവേക ചൂടാമണിയുടെ ആരംഭത്തിൽ നമുക്ക് ഗുരുസ്മരണയായിട്ട് നിർവഹിച്ചിരിക്കുന്നത് കാണാനും സാധിക്കും. അപ്പോൾ വ്യക്താവ്യക്ത സ്വരൂപനായിട്ടുള്ള ഗുരുവിനെയാണ് ഇവിടെ ആചാര്യസ്വാമികൾ സ്മരിക്കുന്നത് എന്നാണ്. അപ്പോൾ വ്യക്തം എന്ന് പറഞ്ഞാൽ നശ്വരമാണ്, അവ്യക്തം എന്ന് പറഞ്ഞാൽ അനശ്വരമാണ്. അപ്പം നശ്വരം കാര്യമായ രൂപം, അനശ്വരം കാരണരൂപമാണ്. അപ്പോൾ കാര്യകാരണ സ്വരൂപിണിയാണ് ദേവി എന്ന് മത്സ്യപുരാണത്തിലും കാണുന്നു. അപ്പോൾ വ്യക്തം എന്ന് പറഞ്ഞാൽ ഏകം എന്നൊരർത്ഥമുണ്ട്, വൃഷ്ടി. അവ്യക്തം എന്ന് പറഞ്ഞാൽ അനേകം അല്ലെങ്കിൽ സമഷ്ടി. അപ്പോൾ ഏകാനേക സ്വരൂപങ്ങളോട് കൂടിയവൾ എന്ന് നരസിംഹപുരാണത്തിൽ കാണുന്നുണ്ട്. ഇനി വ്യക്തം എന്ന് പറഞ്ഞാൽ 73 തത്വങ്ങളാണെന്ന് ബ്രഹ്മപുരാണത്തിൽ കാണുന്നു. അപ്പോൾ അവ്യക്തം എന്ന് പറഞ്ഞാൽ പ്രകൃതി എങ്ങനെ തത്വപ്രകൃതിയായുള്ളവൾ. ശിവലിംഗാരാധന വ്യക്തം, അതായത് സ്വയംഭൂലിംഗം. അവ്യക്തം ബാണലിംഗം, വ്യക്താവ്യക്തം ശൈലലിംഗം എന്നിങ്ങനെ 3 പ്രകാരത്തിലുള്ളതാണ് ഈ 3 ലിംഗങ്ങളിലും ദേവി സന്നിധാനം ചെയ്യുന്നു എന്നൊക്കെയാണ് പുരാണങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ വ്യക്തലിംഗാരാധന എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അവ്യക്തലിംഗാരാധന എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലെ സൗഭാഗ്യം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ഇനി വ്യക്താവ്യക്തലിംഗാരാധന എന്ന് പറഞ്ഞാൽ ഇഹപര സൗഭാഗ്യങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ 3 അവസ്ഥയിലും ദേവി സ്വരൂപഭാവത്തോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇനി വ്യക്തം എന്നുള്ളത് കൊണ്ട് ഉപാസകന്മാർക്ക് പ്രത്യക്ഷയായവൾ എന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ സംസാരികൾക്ക് ഒരിക്കലും വെളിപ്പെട്ട് കിട്ടാത്തവൾ എന്ന് നമുക്ക്
അതിനൊരു അർത്ഥം മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തശബ്ദത്തിന് പരാഹന്ത എന്നൊരർത്ഥമുണ്ട് അല്ലേ? അപ്പോൾ പരാഹന്ത എന്ന് പറഞ്ഞാൽ ത്രിപുരസുന്ദരി തന്നെയാണ്. ഇനി വേറൊരു വ്യാഖ്യാനം നോക്കുകയാണെങ്കിൽ വ്യക്തികളിലെ കർമ്മഫലങ്ങൾ പക്വമാകുമ്പോൾ വ്യക്തമെന്നും അപക്വമായിരിക്കുമ്പോൾ അവ്യക്തമെന്നും പറയുന്നു എന്നാണ്. അപ്പോൾ ഇവ രണ്ടും ദേവിയുടെ രൂപഭേദങ്ങൾ തന്നെയാണ്. കർമ്മം കൊണ്ടും അശുദ്ധി കൊണ്ടും ബദ്ധരായിരിക്കുന്നവരിൽ ദേവി അവ്യക്തയായിരിക്കുന്നു. പാപം നശിച്ച് ശുദ്ധരായി തീർന്നവരിൽ ദേവി വ്യക്തയായിരിക്കുന്നു എന്നൊക്കെയാണ് ആ നാമത്തിനർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 400-ാമത്തെ നാമം ഓം വ്യാപിന്യൈ നമഃ. സർവവ്യാപിനിയായവൾ എന്നാണ്. സൃഷ്ടിയും നീയേ, സൃഷ്ടാവും നീയേ, ശക്തിയും നീയേ, സത്യവും നീയേ, അണ്ടകടാഹ വിദാതാവും നീയേ, ആദിയും അന്തവും നീയേ, പരമാണു ചൈതന്യപ്പൊരുളും നീയേ, പഞ്ചഭൂതങ്ങളും നീയേ എന്ന് പൂർവികരായിട്ടുള്ള ആചാര്യന്മാരൊക്കെ പാടി കേട്ടിട്ടുണ്ട്. അങ്ങനെ വിശ്വമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന കാര്യകാരണസ്വരൂപിയായിട്ടുള്ള ദേവി വ്യാപിനിയാകുന്നു എന്നാണ്. അങ്ങനെ സൂര്യൻ്റെ 5ാമത്തെ കലയായിട്ടുള്ള ജ്വാലിനീ കലയിലെ 100 നാമങ്ങൾ നമ്മൾ ഇവിടെ പൂർത്തിയാക്കുന്നു. അങ്ങനെ 400 നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 401-ാമത്തെ നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്यै നമഃ. ഓം